ചേരുകയാണ്. മുന്നണി മാറ്റത്തെ ചൊല്ലി RJDയിൽ തർക്കം. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് MV ശ്രേയാംസ്കുമാർ രാജിസന്നദ്ധത അറിയിച്ചു. കോഴിക്കോട് വെച്ച് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് രാജിസന്നദ്ധത അറിയിച്ചത്. LDF വിടണമെന്ന ആവശ്യം ചില ജില്ലാ കമ്മിറ്റികൾ ഉന്നയിച്ചു. എന്നാൽ മുൻ മന്ത്രി KP മോഹനൻ ഉൾപ്പെടെയുള്ളവർ മുന്നണി മാറ്റത്തെ എതിർത്തു. തർക്കത്തിനിടയിലാണ് രാജിസന്നദ്ധത അറിയിച്ചത്. അബ്ദുൽ സലാം ചേരുകയാണ് വിശദാംശങ്ങളുമായി. സലാം, ഇപ്പോൾ LDFനൊപ്പം നിൽക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗം, LDF വിട്ടു പോകണം എന്നാഗ്രഹിക്കുന്ന മറുവിഭാഗം, സ്വാഭാവികമായും ചോദ്യമുയരുക RJD പിളർപ്പിന്റെ വക്കിലാണോ എന്നാണ്. മഹേഷ്, അത്തരത്തിലുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് നേതാക്കളാണ്. നേതാക്കളുടെ പത്രസമ്മേളനം 3 മണിക്കുണ്ട്. അതിൽ ഒരുപക്ഷെ വ്യക്തത വരുത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ അതിരൂക്ഷമായ തർക്കമാണ് ഉണ്ടായത്. ഇരു വിഭാഗങ്ങളും, അതായത് മുന്നണി വിടണമെന്നാവശ്യപ്പെടുന്ന ജില്ലാ കമ്മിറ്റികൾ ഉൾപ്പെടുന്ന, ജില്ലാ കമ്മിറ്റി പ്രതിനിധി ഉൾപ്പെടുന്ന വിഭാഗവും അതോടൊപ്പം തന്നെ ഈ മുന്നണി വിടരുത് അല്ലെങ്കിൽ മുന്നണിയിൽ തന്നെ തുടരണമെന്നാവശ്യപ്പെടുന്ന മറുവിഭാഗവും തമ്മിൽ വലിയ തർക്കമാണെന്നുണ്ടായത്. അതിനിടയിലാണ് ഇന്ന് രാജിസന്നദ്ധ അറിയിച്ചുകൊണ്ട് MV ശ്രേയാംസ്കുമാർ രംഗത്തെത്തിയത്. കമ്മിറ്റിയിൽ തനിക്കിങ്ങനെ ഐക്യമില്ലാതെ ഒരു പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ചുകൊണ്ടാണ് MV ശ്രേയാംസ്കുമാർ രാജിസന്നദ്ധ കമ്മിറ്റിയെ അറിയിച്ചത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രധാനമായും ഈ മുന്നണി വിടണമെന്ന് ആവശ്യപ്പെടുന്നവർ പറയുന്നത്, ഞങ്ങൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിട്ടു. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് CPM നേതാക്കൾ തന്നെ ചിലർ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തി. കോഴിക്കോട് ജില്ലയിലായാലും വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടുന്നതിന് കാരണമായത് ഈ CPM നേതാക്കളുടെ ഈ തരത്തിലുള്ള ഇടപെടലുകളാണ്. അതുകൊണ്ട് തന്നെ മുന്നണിയിൽ നേരിടുന്ന അവഗണനയൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ട് മുന്നണി മാറ്റമാണ് ഇപ്പോൾ വേണ്ടത്. ഈ സമയത്ത് കുറെ കൂടി ഉചിതമായ ചർച്ചകൾക്ക് ശേഷം മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കണമെന്നുള്ളൊരു ആവശ്യമാണ് കോട്ടയം, തിരുവനന്തപുരം, അതോടൊപ്പം തന്നെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന സമിതി യോഗത്തിൽ അറിയിച്ചത്. എന്നാൽ ഇതിനെ എതിർക്കുന്ന ഒരു വിഭാഗം കൂടുണ്ട്. അവർ പറയുന്നത് അവർ ചില കേന്ദ്രങ്ങൾ, അതായത് ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കളാണ്, അവരവിടെ സീറ്റ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ പ്രവർത്തിക്കുന്നവരാണ്, അവർക്കാണ് LDFൽ തുടരണമെന്നുള്ളൊരു ആവശ്യമുള്ളത്. എന്തായാലും ഇരു വിഭാഗങ്ങളും തമ്മിൽ വലിയ തർക്കം തന്നെയാണ് ഇന്ന് കോഴിക്കോട് ചേർന്ന RJD സംസ്ഥാന സമിതി യോഗത്തിൽ ഉണ്ടായത്. അതിനിടയിലാണ് ഈ രീതിയിൽ രാജിസന്നദ്ധ അറിയിച്ചുകൊണ്ട് തനിക്കിങ്ങനെ ഐക്യത്തോടെ അല്ലാതെ അല്ലെങ്കിൽ ഐക്യമില്ലാതെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് MV ശ്രേയാംസ്കുമാർ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ തയ്യാറായത് അല്ലെങ്കിൽ രാജിസന്നദ്ധ അറിയിച്ചത്. ഏതായാലും ഒരു പക്ഷേ 3 മണിക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ നേതാക്കൾ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ കുറെ കൂടി വ്യക്തത വരുത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിലടക്കം കോഴിക്കോട് കോർപ്പറേഷനിൽ 4 സീറ്റിലാണ് RJD മത്സരിച്ചത്. ആ 4 സീറ്റും പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. അതോടൊപ്പം തന്നെ നടക്കാവ് സീറ്റിലെ പരാജയത്തിന് പിന്നിൽ CPM ആണെന്ന് കാണിച്ചുകൊണ്ട് 6 പേജ് അടങ്ങിയ ഒരു പരാതി CPM സംസ്ഥാന നേതൃത്വത്തിൽ നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട RJD നേതാക്കളൊക്കെ തന്നെ പുറത്തു വന്ന് ഈ രീതിയിൽ മുന്നണി വിടണമെന്ന ആവശ്യം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിലാണ് മുന്നണി മാറ്റം ഉണ്ടാകുമെന്ന തരത്തിലുള്ള ചർച്ചകൾ സജീവമായത്. അതിനിടയിലാണ് നിർണായക സംസ്ഥാന സമിതി യോഗം ഇന്ന് കോഴിക്കോട് വെച്ച് ചേരുന്നതും അതിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുകയും ചെയ്തത്. ഏതായാലും രാജിസന്നദ്ധ അറിയിച്ചതു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. നേതാക്കളുടെ മനസ്സിൽ എന്താണ്? 3 മണിക്ക് നേതാക്കളുടെ വാർത്താ സമ്മേളനമുണ്ട്. മുന്നണി മാറ്റത്തെ ചൊല്ലി തർക്കമുണ്ട് RJDയിൽ. അധ്യക്ഷ സ്ഥാനത്ത് MV ശ്രേയാംസ്കുമാർ രാജിസന്നദ്ധത അറിയിച്ചിരിക്കുന്നു. എന്തായാലും 3 മണിക്കുള്ള വാർത്താ സമ്മേളനം വളരെ നിർണായകമാണ്. എന്താകും അതിൽ പറയാൻ പോവുകയെന്ന്. ഓക്കെ.